മലയാളികൾക്കെന്നും പ്രിയങ്കരനാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അതിന്റെ പേരിൽ തന്നെ ഏറെ വിമർശനങ്ങളും നേരിടാറുണ്ട്. ഇപ്പോഴിതാ സുരേഷ് ഗോപിക്കെതിരെയുള്ള പുതുച്ചേരിയിൽ വാഹന രജിസ്ട്രേഷൻ നടത്തിയ കേസിൽ വിചാരണ ഇന്ന് ആരംഭിക്കും. വ്യാജവിലാസം ഉപയോഗിച്ച് പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത നികുതി വെട്ടിച്ചുവെന്നാണ് സുരേഷ് ഗോപിക്കെതിരായ കേസ്. ജനപ്രതിനിധികൾക്കുള്ള എറണാകുളത്തെ പ്രത്യേക കോടതിയിലാണ് വിചാരണ നടക്കുക. കേസ് റദ്ദാക്കില്ലെന്ന് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കേസ് റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സുരേഷ് ഗോപിയുടെ ഹർജി കോടതി തള്ളിയ സാഹചര്യത്തിലാണ് വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. വ്യാജവിലാസം ഉപയോഗിച്ച് പുതുച്ചേരിയിൽ 2 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചുവെന്നായിരുന്നു സുരേഷ് ഗോപിക്കെതിരായ കേസ്. 2010-16 വർഷങ്ങളിൽ സുരേഷ് ഗോപി 2 ആഡംബര കാറുകൾ വ്യാജവിലാസമുണ്ടാക്കി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നാണ് കേസ്. ഇതിലൂടെ സംസ്ഥാനത്തിന് 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. പുതുച്ചേരി ചാവടിയിലെ കാർത്തിക അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്നുവെന്ന് വ്യാജവിലാസമുണ്ടാക്കിയാണ് വാഹനങ്ങൾ സുരേഷ് ഗോപി രജിസ്റ്റർ ചെയ്തത് എന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. പുതുച്ചേരിയിലെ കൃഷിയിടം നോക്കി നടത്തുന്നതിനുള്ള സൗകര്യത്തിന് അവിടെ വീട് വാടകയ്ക്ക് എടുത്തിരുന്നുവെന്നും ആ വിലാസത്തിലാണ് വാഹന രജിസ്ട്രേഷൻ നടത്തിയതെന്നുമുള്ള സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ഇത് സംബന്ധിച്ച വാടക ചീട്ടുകൾ ഉൾപ്പെടെയുള്ള രേഖകളുമുണ്ടെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. MP ആകുന്നതിന് മുൻപും ശേഷവും വാങ്ങിയ 2 വാഹനങ്ങൾ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തതുവഴി നികുതി ഇനത്തിൽ 30 ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. അതേസമയം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു. 2 തവണത്തെ പരാജയത്തിന് ശേഷമാണ് വീണ്ടും ഒരു ജനവിധി തേടിയത്. ഇത്തവണ കൂടി ഞാൻ പരാജയപ്പെട്ടാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ അധികാരം മോഹിച്ചല്ല, മറിച്ച് ജനങ്ങൾ തോൽക്കാതിരിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. തൃശൂരിൽ സുരേഷ് ഗോപി 20,000 വോട്ടുകൾ വരെ ഭൂരിപക്ഷം നേടുമെന്നാണ് തൃശൂർ BJP ജില്ലാ കമ്മിറ്റിയുടെ കണക്കുകൂട്ടൽ. നിയോജക മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകളിൽ മികച്ച മുന്നേറ്റം തന്നെ സുരേഷ് ഗോപി നടത്തുമെന്നും പാർട്ടിയുടെ കണക്കുകൂട്ടുന്നു. അതിൽ തന്നെ ഹിന്ദു വോട്ടുകൾ ഏറെയുള്ള തൃശൂർ നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുകയുണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇത്തവണ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് ഒപ്പമായിരുന്നു. തൃശൂരിൽ മാത്രം ഏകദേശം 10,000 വോട്ടിലധികം സുരേഷ് ഗോപി മറ്റുള്ളവരെക്കാൾ അധികം നേടുമെന്നാണ് വിലയിരുത്തൽ. മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന മേഖലയായ നാട്ടികയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചുവെന്നും വിലയിരുത്തലുണ്ട്. ഇരിങ്ങാലിക്കുടയിലും സുരേഷ് ഗോപിക്ക് മേൽക്കൈയുണ്ടെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. കരുവന്നൂർ ബാങ്ക് അഴിമതിക്ക് സുരേഷ് ഗോപിക്ക് തുണയാകും എന്നും കരുതപ്പെടുന്നു. ഇവിടെ സുരേഷ് ഗോപി 5,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മുന്നേറും. ഈ വോട്ടുകളെല്ലാം കണക്കിലെടുത്താണ് പാർട്ടി സുരേഷ് ഗോപി 20,000 വോട്ടുകൾ വരെ ഭൂരിപക്ഷം നേടുമെന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം സുരേഷ് ഗോപി ഇത്തവണയും പരാജയപ്പെടുമെന്നാണ് മറ്റു പാർട്ടികൾ ഉറപ്പിച്ചു പറയുന്നത്. കോൺഗ്രസിൽ നിന്നും K മുരളീധരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും VS സുനിൽകുമാറുമാണ് സുരേഷ് ഗോപിക്കെതിരായി തൃശൂരിൽ മത്സരിച്ചത്. സുരേഷ് ഗോപിയും തന്റെ വിജയം ഉറപ്പിച്ച അവസ്ഥയാണ്. കേരളത്തിൽ താമര വിരിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്.